വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ പന്തീരങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിൽ മർദ്ദനം നിഷേധിക്കാതെ പ്രതി രാഹുലിന്റെ അമ്മ. സ്ത്രീധനം ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെന്നും മകൻ ഒളിവിലാണെന്ന് തോന്നുന്നില്ലെന്നും രാഹുലിന്റെ അമ്മ പ്രതികരിച്ചു. അവർ തമ്മിലുള്ള വാക്ക് തർക്കത്തിൽ മൂലം ഉണ്ടായതാണിത്. അല്ലാതെ സ്ത്രീധനം ചോദിച്ചിട്ടുള്ള ഇഷ്യൂ അല്ലിത്. സ്ത്രീധനത്തിൻ്റെ മർദ്ദനമല്ലിത്. പിന്നെ അവർ അന്ന് രാവിലെ ഇവിടെ ഭക്ഷണം കഴിച്ച് ഇടുങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് രാത്രി കല്യാണത്തിന് പോയി. ഒരു കല്യാണം ഉണ്ടായിരുന്നു. 12-ാം തീയതി അല്ല, 11-ാം തീയതി ഞായറാഴ്ച അതല്ല അവർ വരുന്നത്. ശനിയാഴ്ച ഇവർ കല്യാണത്തിന് പോയി. ശനിയാഴ്ച കല്യാണത്തിനും പോയി, പിന്നെ ബീച്ചിൽ പോയി. രാത്രി ഇവർ ബീച്ചിലും പോയി വന്നതിന് ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. കാരണം തലേ ദിവസവും അവർ ബീച്ചിൽ പോകുന്നുണ്ട്, സാധനം വാങ്ങാൻ പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു ഇതുമില്ല. ബഹളമോ വഴക്കോ കച്ചറയോ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചേനെ. ഇവർ കൈ കോർത്ത് പിടിച്ചാണ് ഇവിടെ വരുന്നത്, കൈ കോർത്ത് പിടിച്ചാണ് പോകുന്നത്, ഒന്നിച്ച് പുറത്ത് പോകുന്നു. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? വഴക്കുണ്ടെന്ന് പറയാൻ മാറ്റിയോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്നോട് പറയണ്ടേ. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാനോട്ട് അറിഞ്ഞു സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ മോനിൽ നിന്ന് ഇവിടെ ഇതുവരെ ഒരു കച്ചറ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ബഹളം ഉണ്ടായത് ഫോണിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ്. അല്ലാതെ സ്ത്രീധനം ഞങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഫോണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായാലും ചാറ്റിംഗ് ഉണ്ട് ഒരു ചെക്കനുമായിട്ട്, ഒരു ചെക്കനല്ല 3 ചെക്കനുമായിട്ടാണ് പെൺകുട്ടിക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു, ഈ കുഞ്ഞ് ഇവള് അടിച്ച് ഇവിടെ ഇരുന്ന സമയത്തിന് എല്ലാവരും വന്നപ്പോഴാണല്ലോ ഞങ്ങൾ അറിയുന്നത്. അപ്പം ഞങ്ങളും ചോദിച്ചിട്ട് ില്ല. അപ്പോൾ എന്താണെന്നറിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോളോട് ചോദിച്ചിട്ട് പറയാത്തതിനെ കൊണ്ട് പിന്നെ എൻ്റെ മോനാണുള്ളത്. വന്ന ബന്ധുക്കാരുടെ അച്ഛനും മാമനും എല്ലാവരും കൂടെ കയറി, ഞാനും ഉൾപ്പെടെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ റൂമിൽ പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അമ്മയോട് പറയാൻ പറ്റാത്ത ഇത്. അമ്മയോട് എനിക്ക് പറയാൻ പറ്റില്ല, അച്ഛനോട് പറയാൻ പറ്റില്ല, ആരോടും പറ്റാൻ പറ്റില്ല. എൻ്റെ കൂടെ കട്ടിലേ കിടന്ന ഒരാളല്ല, എൻ്റെ കൂടെ അന്തി ഇറങ്ങിയ ആൾ. എന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മൂടി വെച്ച് ഫോണിൽ കൂടെ ഞാൻ അറിയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്നാണോ എന്ന് ചോദിച്ചത്. മറ്റേ നിയന്ത്രണം വിട്ടുപോയെന്നാണ് പറയുന്നത്. അല്ലാതെ വേറൊരു കാരണമല്ല, ഒരു പ്രശ്നവുമല്ല, ഒന്നുമല്ല. ഞങ്ങളിപ്പോഴും മോളെ കുറ്റപ്പെടുത്തുന്നില്ല. നിയന്ത്രണം വിട്ടുപോയതുകൊണ്ടാണ് ആ ഒരു ഇതിനകത്താണ് അടിച്ചുപോയത്. അല്ലാതെ അവളെ കൊല്ലണമെന്നോ സ്ത്രീധനത്തിൻ്റെ പീഡനത്തിനോ ഒന്നുമല്ല. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. സ്ത്രീധനം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ നിങ്ങൾ മോന് സ്ത്രീധനം ചോദിക്കുന്നുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ സ്ത്രീധനം ചോദിക്കുന്നേ ഇല്ല, ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് അന്ന് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞത്. സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം മരുമോളോട് ചോദിക്കാം. മരുമോൾ ഒരു നേരം ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കുകയായിരുന്നെങ്കിലും പോലും ഞങ്ങൾ ചോദിക്കുക. പക്ഷെ അതിനും ഞങ്ങൾക്ക് വരുന്നില്ല. പിന്നെ ഞങ്ങൾ എപ്പോൾ ചോദിക്കൂ? ഈ മർദ്ദിച്ച സമയത്ത് ഈ മദ്യപിച്ചത് കൊണ്ടാണോ അത് കുറച്ചുകൂടി അങ്ങനെയാണോ? രാഹുൽ മദ്യപിച്ചതുകൊണ്ടാണോ കൂടി? അങ്ങനെ കൂടി 2 ആളുണ്ടായിരുന്നു. പുളിസ കിട്ടുമ്പോഴേക്കും മദ്യപിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ കൂടെ കാറിൽ തന്നെ കണ്ട്, നേരിട്ട് ഞാൻ കണ്ടതാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കഴിച്ചു കാണും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് കല്യാണത്തിന് പോയതാണല്ലോ. അപ്പം കേബിളും കൊണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല, എന്നോട് പറഞ്ഞുമില്ല. ഞാനങ്ങനെ പാടും കണ്ടില്ല. ഇവിടെ ഇങ്ങനെ കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒരു മഴ കണ്ടേക്കുന്നത്. അവര് 2 ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം, അങ്ങനെയാണ് 2 ലക്ഷം രൂപയും സ്വർണ്ണം. ഇവിടെ തന്നില്ല 2 ലക്ഷം രൂപ. എത്ര പൊന്നു കൊടുത്തെന്ന് പോലും കുഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതാണല്ലോ, ഈ പൊന്നു കൊണ്ടുവന്നാലും അമ്മ ഇതാണെന്ന് പോലും എനിക്ക് ഇന്ന് വരെ എൻ്റെ കുട്ടി കാണിച്ചു തന്നിട്ടില്ല. ഞാൻ പോയിട്ടില്ല. കൊണ്ടുവന്ന് അവരുടെ റൂമിലേക്ക് പോയി. പിന്നെ പൊന്നെ എന്താ കിട്ടിയെന്നൊന്നും ഞാൻ അങ്ങനത്തെ ഒരു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. രാഹുൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരിക്കൽ തെറ്റായ കാരണമാണ്. എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഒളിവിലാണെന്നുള്ളത്. പോലീസുകാർ പറയുന്നുണ്ട്. രാഹുൽ ഇവിടെ തന്നെ ഉണ്ട്. രാഹുൽ ഒളിവിലൊന്നും പോയിട്ടൊന്നുമില്ല. ഫോൺ ഓഫാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, അമ്മ ഈ മർദ്ദനം എന്തായാലും നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ പെൺകുട്ടിക്കെതിരെയും കുറച്ച് കാര്യങ്ങൾ ഈ അമ്മ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് റിയാസിനോട് മാതാവ് പറഞ്ഞത്?
തീർച്ചയായും ശ്രുതി, അതായത് ഈ രാഹുലിൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് മർദ്ദനം നടന്നിട്ടുണ്ട്, അത് രാഹുലിന് നിയന്ത്രണം വിട്ടുപോയതാണ്. അതിൻ്റെ ഒരു കാരണം ഈ ഫോണിനെ ചൊല്ലിയുള്ള ഒരു പ്രശ്നമാണ്. ചാറ്റിങ് സുഹൃത്തുക്കളുമായി ഉണ്ടായിരുന്നു, അത് രാഹുലിന് ഇഷ്ടമായിരുന്നില്ല. അതേ ചൊല്ലിയുണ്ടായ തർക്കം. പിന്നീട് മാത്രമല്ല, അന്ന് രാഹുൽ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ആ മദ്യപിച്ചതുകൊണ്ട് അത് ഒരല്പം കൂടിപ്പോയതാകാം എന്നുള്ളതാണ്. ഒപ്പം ഈ കേബിള് കഴുത്തിൽ മുറുക്കിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നോ എന്ന് തനിക്കറിയില്ല. ആ ഒരു സംശയത്തോടുകൂടി പറയുന്നൊരു സാഹചര്യമാണ് ഈ അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല, മറ്റൊരു കാര്യം അവർ പറയുന്നു, ഈ താൻ കാണുന്നത് നെറ്റിയിലെ മുഴയാണ് താൻ കാണുന്നത്, മറ്റ് പാടുകളൊന്നും കണ്ടിട്ടില്ല എന്ന് ഈ അമ്മ പറയുന്നു. ഒപ്പം തന്നെ അപ്പോൾ സ്വാഭാവികമായും ചോദിച്ചു, ഈ കുട്ടിയുടെ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് എല്ലാ റൂമിലും AC ഒക്കെ ഉള്ള റൂമാണ്, അതുകൊണ്ട് അങ്ങനെ റൂം അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കാറില്ല, അതുകൊണ്ട് കേട്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഒളിവിലാണല്ലോ എന്ന് പറയുമ്പോൾ രാഹുൽ ഒളിവിലൊന്നുമല്ല, എന്തായാലും രാഹുൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ചോദിച്ചു, സുഹൃത്തുക്കളുടെ വീട്ടിലാണോ പോയത്? ആ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഏറ്റവും ഒടുവിൽ വീണ്ടും ചോദിച്ചിരുന്നു രാഹുൽ എവിടെയാണെന്ന് തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ നിയമ നടപടിയെക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും വക്കീലിനെ കണ്ടു. അപ്പോൾ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഇപ്പോൾ മാറി നിൽക്കുന്നത് ചോദിച്ചപ്പോൾ അതേ എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അടുത്ത ദിവസം കീഴടങ്ങാൻ സാധ്യതയുണ്ടോ? നിയമത്തിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ ഇപ്പോഴും ഒളിവിലല്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പോലീസ് ഇപ്പോഴും പറയുന്നു രാഹുൽ ഒളിവിലാണ് എന്ന് പറയുന്നു. എന്തായാലും പോലീസ് കൃത്യമായി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കോട്ടയം പൂഞ്ഞാറിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവാഹത്തിൻ്റെ കാര്യം തന്നെയാണ്. അത് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു, എന്നാൽ വിവാഹ ചടങ്ങ്, മറ്റ് സൽക്കാര ചടങ്ങ് പോലുള്ള കാര്യങ്ങളൊന്നും നടത്തിയിരുന്നില്ല. അതും ഈ മെയ് 5-നാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അത് രാഹുലിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ പൂഞ്ഞാറിലെ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് വലിയ വില കൂടിയ ഫോണും വാച്ചും ഒക്കെ വാങ്ങി നൽകിയിരുന്നു രാഹുൽ എന്ന് രാഹുലിൻ്റെ അമ്മ പറയുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, അന്ന് അവർ പിന്മാറിയത് കൊണ്ടാണ് ആ വിവാഹം രജിസ്റ്റർ ചെയ്ത നടപടി നിലനിൽക്കുമ്പോൾ തന്നെ അതേ തീയതി, കാരണം മെയ് 5-ന് തന്നെ കല്യാണം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇവരുമായി നേരത്തെ തന്നെ ഇവരെ കണ്ടിരുന്നു, എറണാകുളത്തെ ഈ കുട്ടിയെ കണ്ടിരുന്നു. അപ്പോൾ അവരുമായുള്ള കല്യാണം പെട്ടെന്ന് തന്നെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്ത്രീധനം എന്നുള്ളത് ഒരിക്കലും ചോദിച്ചിട്ടില്ല, സ്ത്രീധനം വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കമല്ല ഇത് എന്ന് അവർ പറയുന്നു. എന്തായാലും അന്ന് നിയന്ത്രണം വിട്ട് അടിച്ചു പോയതാണ് എന്നുള്ളതാണ് ഈ രാഹുലിൻ്റെ അമ്മ പറയുന്നത്. ഒപ്പം താൻ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ സമയത്ത് ഞാൻ ചോദിച്ചു, വീണ് പരിക്കേറ്റതാണ് എന്നാണല്ലോ പെൺകുട്ടിയുടെ കുടുംബത്തോട് ആദ്യം പറഞ്ഞത്. അതെ, അങ്ങനെയാണ് എന്ന് ഇവർ വിശദമാക്കുന്നുമുണ്ട്. എന്തായാലും ഇവർ, അതായത് പൊതുവേ നമുക്കൊരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് സംഭവം കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയൊരു സംശയമാണ്, രാഹുലിനുണ്ടായ സംശയമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ഒരു കാര്യമാണ് എന്ന് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നൊരു സമ്മതം കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ആ പൂഞ്ഞാറിലെ പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്, വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ വിവാഹമോചന നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടേ ഉള്ളൂ, മറ്റ് കോടതി നടപടികളെല്ലാം തുടരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒരേ സമയം 2 കാര്യങ്ങളിലാണ് ഇന്ന് കേരള വിഷൻ ന്യൂസിനോടുള്ള രാഹുലിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തത വന്നത്. 3 കാര്യങ്ങളിൽ, അതായത് രാഹുലിനെ മർദ്ദിച്ചത് അവർ സമ്മതിക്കുന്നു, മറ്റൊന്ന് പൂഞ്ഞാറിലെ പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടന്നു എന്ന് അവർ സമ്മതിക്കുന്നു, അതായത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും മുൻപാണ് ഈ വിവാഹം എന്നുള്ളതും അവർ സമ്മതിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ ഒളിവിലല്ല, ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് എന്നൊരു പുതിയ സൂചന കൂടി അവർ നൽകുന്നുണ്ട്. ഇനി കൃത്യമായി അന്വേഷിക്കേണ്ടത് പോലീസാണ്, പോലീസിന് അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇവരുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ശ്രുതി, റിയാസ്, ഈ കോട്ടയത്തും എറണാകുളത്തും വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇവർ സമ്മതിക്കണം. എന്നാൽ ഈ അച്ഛൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ഇക്കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാതാവ് സമ്മതിക്കുന്നുണ്ടല്ലേ?
അതായത് അതിലൊരു ശ്രുതി പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് മറ്റൊന്നുമല്ല, കോട്ടയത്താണ് ഇവർ പറയുന്നത്. എറണാകുളത്തെ വിവാഹ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതേ പെൺകുട്ടിയാണ് എന്നാണ് ഈ രാഹുലിൻ്റെ അമ്മ പറയുന്നത്. അങ്ങനെ 2 വിവാഹങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ കോട്ടയം പൂഞ്ഞാറിലെ പെൺകുട്ടി, എല്ലാവരും കോട്ടയത്തെ പെൺകുട്ടി എന്ന് പറയുന്നു, ഇവർ കൃത്യമായി പൂഞ്ഞാറിലാണ് ആ സ്ഥലം എന്ന് പറയുന്നു. കോട്ടയം പൂഞ്ഞാറിലെ പെൺകുട്ടിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തു. അത് മെയ് 5 തന്നെ ആ വിവാഹം എല്ലാം തന്നെ ഇതായി. രാഹുൽ ഇടപെട്ട് അതിനുള്ള ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തു. അതിനിടെയാണ് ഏപ്രിലോടുകൂടി ഇവർ വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതും രാഹുലിൻ്റെ പെരുമാറ്റം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവർ പിന്മാറിയത് എന്ന് രാഹുലിൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട്. ഒപ്പം അത്തരം കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ആ പെൺകുട്ടിക്ക് രാഹുൽ വലിയ വില കൂടിയ ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നു, വാച്ച് വാങ്ങിക്കൊടുത്തിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വിവാഹം മെയ് 5 നടക്കില്ല എന്നറിഞ്ഞതോടുകൂടിയാണ് ഉടനെ തന്നെ നേരത്തെ ഈ പെൺകുട്ടി, ഈ എറണാകുളത്തെ ഈ പറവൂരിലെ ഈ പെൺകുട്ടി ഇവർ നേരത്തെ തന്നെ പോയിക്കണ്ടിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടി രാഹുലുമായി ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ മർദ്ദനത്തിനിരയായ പെൺകുട്ടിയുമായുള്ള വിവാഹം മെയ് 5 തന്നെ നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. അതിനുശേഷമാണ് ഈ കേസിനാസ്പദമായ സംഭവമെല്ലാം ഉണ്ടാകുന്നത് എന്ന് അമ്മയുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ്. ഒരു കാര്യം കൂടി, ഈ അമ്മ ഈ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും ചാറ്റുകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളാണ് ഇവരുടെ ഇടയിൽ നടന്നിരുന്നത്. അതൊരു സദാചാര വിരുദ്ധമായ ചില വാക്കുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു പെൺകുട്ടി ചാറ്റ് ചെയ്യുന്നു, ചാറ്റ് ചെയ്ത് കണ്ടു എന്നുള്ളതാണ്. അത് രാഹുൽ സംശയിക്കുന്നത്, രാഹുൽ പറയുന്നത് അത് അമ്മയോടൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്, അമ്മയോടും മറ്റുള്ളവരോടും പറയാൻ പറ്റാത്ത കാര്യമാണ്. അതിൻ്റെ ഒരു പ്രതികരണമാണ്. അങ്ങനെയാണ് രാഹുലിന് നിയന്ത്രണം വിട്ടുപോയത്. മാത്രമല്ല അന്ന് രാഹുൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുലിൻ്റെ അമ്മ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പെൺകുട്ടിക്ക് മേൽ ഇവർ ചാർത്തുന്ന ഒരു ആരോപണം ഈ ഫോൺ പ്രശ്നമാണ്. എന്തായാലും അത് ആ പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. രാഹുലിന് പിന്നെ ഫോൺ ഉപയോഗത്തിൽ സംശയമുണ്ടായിരുന്നു എന്നും തൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയുമായിട്ടുള്ള പുരുഷന്മാരുടെ എല്ലാ നമ്പർ ഡിലീറ്റ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നെല്ലാം പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ തന്നെ പറയുന്നുണ്ട്. അതാണിപ്പോൾ ഇവർ മറുവാദമായി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ഇതിൽ പല കാര്യങ്ങളും ഇവർ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്ന് കേരള വിഷൻ ന്യൂസുമായി നടത്തിയ ഈ അമ്മയുടെ ആ അഭിമുഖത്തിൽ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഈ അക്രമത്തെക്കുറിച്ച് സമ്മതിക്കുന്നു. ഒപ്പം തന്നെ പൂഞ്ഞാറിലെ വിവാഹത്തെക്കുറിച്ച് കൃത്യമായ വെളിപ്പെടുത്തൽ കേരള വിഷൻ ന്യൂസിനോടാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം രാഹുലിൻ്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ചും ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് കൃത്യമായ സൂചന ലഭിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തമാണ്. എന്തായാലും പന്തീരങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിൽ മർദ്ദനം നിഷേധിക്കാതെ പ്രതി രാഹുലിൻ്റെ അമ്മ പല കാര്യങ്ങളും കേരള വിഷൻ ന്യൂസിനോട് പറയുകയുണ്ടായി. സ്ത്രീധനം ഒരിക്കലും ചോദിച്ചിട്ടില്ല, എന്നാൽ മർദ്ദിച്ചു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല അമ്മ. എന്നാൽ മകൻ ഒളിവിൽ പോയിട്ടില്ല എന്നുകൂടി അമ്മ പറയുന്നുണ്ട്. വിവരങ്ങളാണ് റിയാസ് KMR നൽകിയത്.